തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. പരപ്പനങ്ങാടി നഗരസഭയിലെ ഡിവിഷൻ 40-ലെ ഹവിൽദാർ മുഹമ്മദ് സൈജൽ അങ്ങാടിപ്പാലം റോഡിലെ കയ്യേറ്റം ഒഴിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച കൗൺസിലർ സെയ്ദലവി കോയ ഏകദിന നിരാഹാര സത്യാഗ്രഹം നടത്തി. ചാലിൽ പാടത്തു നിന്നും ഹാർബറിലേക്കും അങ്ങാടി GMLP സ്കൂളിലേക്കുമുള്ള കയ്യേറ്റം ഒഴിപ്പിച്ച് അങ്ങാടിപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 40ാം ഡിവിഷൻ കൗൺസിലർ സെയ്ദലവി കോയ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പരപ്പനങ്ങാടി നഗരസഭയ്ക്ക് മുന്നിൽ ഉപവാസ സമരം നടത്തിയത്. സമരം CPIM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി തയ്യിൽ അലവി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ NM ഷമേജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. LDF മുനിസിപ്പൽ കൺവീനർ പാലക്കണ്ടി വേലായുധൻ, CPIM പരപ്പനങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP സുരേഷ് ബാബു, ചെട്ടിപ്പടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M ബൈജു, പ്രതിപക്ഷ നേതാവ് തുടിശ്ശേരി കാർത്തികൻ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. ലൈറ്റ് മോട്ടോർ ആൻഡ് ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU സെക്രട്ടറി K മുരളീധരന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രകടനമായി എത്തി നിരാഹാരത്തിന് അഭിവാദ്യമർപ്പിച്ചു. വൈകുന്നേരം 5 മണിക്ക് കൗൺസിലർ TP മഞ്ജുഷ നാരങ്ങവെള്ളം നൽകി സമരം അവസാനിപ്പിച്ചു. അധികാരികളെ, മുസ്ലിം ലീഗിൻ ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധ സമരം സിന്ദാബാദ്. കർഷക സംഘം ചെട്ടിപ്പടി മേഖലാ പ്രസിഡന്റ് C തുളസിദാസ് സ്വാഗതവും നിരാഹാര സത്യാഗ്രഹം നടത്തിയ കൗൺസിലർ A സെയ്ദലവി കോയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.